ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു ഔട്ടിംഗ് വ്ളോഗായാലോ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളിന്ന് അടുത്തുള്ളൊരു കദ്രി പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. മാംഗ്ലൂർ കദ്രി പാർക്ക്. അവിടെ ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഷോ ഒക്കെ നടക്കുന്നുണ്ട്, റോബോട്ടിക് ബട്ടർഫ്ലൈ ഷോ. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങളീ പോകുന്നത്. ഞങ്ങളിന്ന് ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകാൻ അളിയനുണ്ടായിരുന്നില്ല, അളിയൻ കുറച്ച് ബിസി ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ആ നടക്കുന്ന സ്ഥലമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചപ്പുറം നടന്നിട്ടാണ് നമ്മൾ പാർക്കിലെത്തുക. ഒരു നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഷോ നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് കാണാനായിട്ട് വന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മളവിടെ എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ ഷോ കാണാനായിട്ടും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം അവിടുത്തെ ടോയ് ട്രെയിനിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, വലിയ സംഭവമൊന്നുമില്ല, ചെറുതായിട്ട് ആ ഏരിയ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണം, അത്രയേ ഉള്ളൂ. അങ്ങനെ അതിൽ കയറി. ആ പാർക്ക് മൊത്തം ഒരു റൗണ്ടാണ് ഈ ട്രെയിനിൽ പോവുക. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ വെറുതെ അങ്ങ് കയറി, എത്രയേ ഉള്ളൂ. അതിൽ വലിയ വിശേഷമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ബട്ടർഫ്ലൈ ഷോ കാണാനായിട്ട് ആ പ്ലേസിലേക്ക് നടന്നു. അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈ ഷോ, റോബോട്ടിക് ബട്ടർഫ്ലൈ ഷോ. ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ ടൈപ്സ് ഓഫ് ഫ്ലൈസ് ആണ്. ബട്ടർഫ്ലൈ, പിന്നെ കുറേ ഉണ്ടായിരുന്നു, വണ്ട്. ഞങ്ങൾ മെയിനായിട്ടും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനാണ് വന്നത്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടാണ് പോയത്. അപ്പോൾ കുട്ടികൾക്ക് ഈ ബട്ടർഫ്ലൈ ഒക്കെ കാണാൻ ഭയങ്കര രസമല്ലേ, അപ്പോൾ അതുകൊണ്ട് അവരെയും കൂട്ടിയിട്ട് വന്നതാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇൻഷ അത് തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു, ഇത് റിയൽ ആണോ എന്താ സംഭവം എന്നൊക്കെ. ഇത് നമുക്ക് തോന്നിയില്ലെങ്കിലും പിള്ളേർക്ക് ഇതൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ തോന്നും. നല്ല രസമാണ് കേട്ടോ കാണാൻ, നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അവരുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇതിൻ്റെ പുറത്ത് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും കൂടി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവർ രണ്ടാളുടെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ഫോട്ടോസും വീഡിയോസും. ഇതിൻ്റെ അടുക്ക് എന്തോ ഒരു കാര്യത്തിന് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇൻഷ. ഞാൻ ഫോട്ടോ എടുക്കില്ല, വീഡിയോ എടുക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം കേട്ടോ ആൾക്ക്. കുറച്ച് എന്തെങ്കിലും കിട്ടിയാൽ മതി ദേഷ്യപ്പെടാൻ. ആളുടെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ദേഷ്യത്തിലാണ് ആള്.
അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറച്ചൊക്കെ സമാധാനിപ്പിച്ചിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അവിടെ കൊണ്ടാക്കി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വാട്ടർ ഷോക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ അത് കുറച്ച് നേരം കണ്ട്. ഇനി അടുത്തത് അവിടെ പാർക്കുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കാണ്. ഇൻഷാക്ക് പിന്നെ ഇതായിരുന്നു മെയിൻ ടാർഗറ്റ്. അവൾക്ക് ഇങ്ങനത്തെ പാർക്കിൽ കളിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മക്കൾ രണ്ടാളും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. അവർ ഊഞ്ഞാലും സീസോ അത് ഇതൊക്കെ ആയിട്ട് കുറേ നേരം കളിച്ച്. പിന്നെ നമ്മൾ പോയത് തന്നെ ഈവനിങ് ആണ്, അപ്പോൾ പിന്നെ വേഗം തിരിച്ചു വരണം. ബസ്സിൽ പോയതുകൊണ്ട് കുറേ നേരം നിൽക്കാനൊന്നും പറ്റിയില്ല. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് പിന്നെ നമ്മൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് നമ്മൾ അവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് സ്നാക്സ് പോലെ ചെറിയൊരു തട്ടുകടകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്ത് മോൾക്ക് സ്വീറ്റ് കോൺ, പിന്നെ നമ്മൾ മസാലപ്പൂരി, സേവ് പൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ച്. ചർമുറി ഇതെന്താണെന്നറിയോ? ഇത് മാംഗ്ലൂരിലുള്ള ആൾക്കാർക്ക് അറിയാം. മാംഗ്ലൂർ കാസർഗോഡ് ഭാഗത്താണ് ഓൾമോസ്റ്റ് കണ്ടുവരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം തന്നെ തിരിച്ചു വന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. വേറെ വിശേഷങ്ങളായിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.